ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. 23 വരെ ശ്ലോകങ്ങൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ ധ്യാന ശ്ലോകത്തിലെ 23 വരെ ഉള്ള ശ്ലോകങ്ങളാണ് നമ്മൾ കണ്ടത്. ഇവിടെ 24, 25 ശ്ലോകങ്ങളാണ്. അപ്പോൾ 24, 25 ശ്ലോകങ്ങളിലായിട്ട് ഭഗവാൻ പറയുകയാണ്, സങ്കൽപ്പപ്രഭവാൻ കാമാൻ ത്യക്ത്വാ സർവാൻ അശേഷത മനസ്സേവേന്ദ്രിയഗ്രാമം വിനിയമ്യ സമന്തത. 25-ാമത്തെ ശ്ലോകം. ശനയേരുപരമേത് ബുദ്ധ്യാധൃതി ഗൃഹീതയാം ആത്മസംസ്ഥം മനഃ കൃത്വാ ന കിഞ്ചിദപി ചിന്തയേത്. ഇപ്പോൾ യോഗാവസ്ഥയെ പ്രാപിക്കേണ്ടത് എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് യോഗി നിലകൊള്ളേണ്ടത്, ഏതൊരവസ്ഥയെയാണ് യോഗം എന്ന് പറയുന്നത്, ഏതൊരവസ്ഥയെയാണ് സമാധിസ്ഥം അഷ്ടാംഗ യോഗയിൽ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാകാരം, ധാരണ, ധ്യാനം എന്നീ മാർഗങ്ങളിലൂടെ സമാധിസ്ഥമായ അവസ്ഥയിൽ എത്തിച്ചേരേണ്ടത് എന്നൊക്കെയാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ പറയുന്നത്. ഇവിടെ പറയുകയാണ്, സങ്കല്പ പ്രഭവാൻ കാമാൻ. എവിടെ നിന്നാണ് കാമം, ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത്? ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് സങ്കല്പങ്ങളിൽ നിന്നാണ്. സങ്കല്പിച്ചു കൂട്ടും. ധ്യായതോ വിഷയാൻ പുംസ, അല്ലേ? ധ്യായതോ വിഷയാൻ പുംസ, ചിന്തകളിലൂടെ, ചിന്തിക്കുന്നതിലൂടെ, അനാവശ്യമായിട്ടുള്ള ചിന്തകളിലൂടെ, സങ്കല്പങ്ങളിലൂടെ. അങ്ങനെയാണ് ഒരു വ്യക്തി ആഗ്രഹങ്ങളിലേക്ക്, എവിടെയെങ്കിലും കണ്ട കാര്യം, അറിഞ്ഞ കാര്യം, അതിൽ പ്രലോഭിപ്പിക്കപ്പെട്ട് മനസ്സ് അത് ലഭിക്കണം 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 എന്ന ആഗ്രഹത്തിൽ എത്തും. അത് ആവശ്യമുണ്ടോ, ആവശ്യമില്ലയോ, അത് നേടുന്നതിലൂടെ നന്മയാണോ തിന്മയാണോ വരുന്നത് എന്നുള്ളതൊന്നും അവിടെ ചിന്തയില്ല. സങ്കല്പങ്ങളിൽ നിന്ന് വെറുതെ ആഗ്രഹങ്ങൾ ജനിക്കുന്നു. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാത് സംജായതേ കാമ. ആ സങ്കല്പങ്ങളിലൂടെ, അനാവശ്യമായിട്ടുള്ള ചിന്തകളിലൂടെ ഒന്നിനോട് ഒട്ടലുണ്ടാകുകയും ഒട്ടൽ പിന്നീട് കാമമായി പരിണമിക്കുകയും ആഗ്രഹങ്ങളായി പരിണമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സങ്കല്പ പ്രഭവാൻ കാമാൻ, സങ്കല്പങ്ങളിൽ നിന്നുണ്ടാകുന്ന സർവകാമങ്ങളെയും തെക്ത്വാ, ത്യജിച്ചിട്ട്. വലിയ പാടാണ്, പറയാനൊക്കെ വളരെ എളുപ്പമാണ്. അങ്ങനെ ആ സങ്കല്പങ്ങളിൽ നിന്നുണ്ടാകുന്ന സർവകാമനകളെയും ത്യജിച്ചിട്ട് എല്ലായിടത്തും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന, പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ സമൂഹത്തെ, ഇന്ദ്രിയഗ്രാമം, ഇന്ദ്രിയ സമൂഹത്തെ എല്ലായിടത്തും വ്യാപരിച്ചു നിരന്തരം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? പഞ്ച ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകൾ
ആ 5 കുതിരകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതിനെങ്ങോട്ട് ഓടണം, എങ്ങോട്ട് ഓടാൻ പാടില്ല, ഇതൊന്നും കുതിരകൾക്കറിയില്ല, ഈ ഇന്ദ്രിയങ്ങൾക്കറിയില്ല. ആ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടേയിരിക്കും, എല്ലായിടത്തും ഇങ്ങനെ വ്യാപരിച്ചു കൊണ്ടേയിരിക്കും. അവിടെ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിനെ സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരും. ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന അതിനെ മനസ്സിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇവിടെ പറയുകയാണ്, എല്ലായിടത്തും പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന, സകല ദിക്കുകളിലും പ്രസരിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ദ്രിയ സമൂഹത്തെ, ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് അശേഷത വിനിയമ്യ, നിശേഷമടക്കണം. കുറച്ചടക്കിയാൽ പോരാ, നിശേഷമടക്കണം. എന്തുകൊണ്ടടക്കണം? മനസ്സുകൊണ്ടടക്കണം. അപ്പോൾ പഞ്ച ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണുകൊണ്ട്, മനസ്സുകൊണ്ടടക്കണം. നിരന്തരം സർവവിഷയങ്ങളിലും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പഞ്ച ഇന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകളെ മനസ്സാകുന്ന കടിഞ്ഞാണുകൊണ്ട് നിയന്ത്രിക്കണം. അങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട്, അടക്കിക്കൊണ്ട് ധൃതി ഗൃഹീയ ബുദ്ധ്യാ. ധൃതി വളരെ പ്രധാനമാണ്. മനുഷ്യ ഗുണങ്ങളിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഗുണമാണ് ധൃതി, ധൈര്യം. നമ്മളെന്തൊക്കെ പഠിച്ചാലും, ഏതൊക്കെ അഭ്യാസങ്ങൾ നടത്തിയാലും, ആ പഠിക്കുന്ന കാര്യങ്ങൾ, അഭ്യസിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ധൈര്യം ആവശ്യമാണ്. ഒരു വിദ്യയും ധൈര്യമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു മെഷീനറി പ്രവർത്തിപ്പിക്കുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ആ മെഷീനറിയുടെ അടുത്ത് പോകുമ്പം പറയലാണ് അതിൻ്റെ ശബ്ദവും അതിൻ്റെ ചടുലമായ പ്രവർത്തനവും. എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ? MBBS MD ഒക്കെ എടുത്തിട്ടുണ്ട്, വലിയ സർജൻ എന്നുള്ള നിലയ്ക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ രക്തം കണ്ടാൽ തലചുറ്റി വീഴും. അപ്പോൾ അവിടെ ധൈര്യമില്ല. ഇലക്ട്രീഷ്യനാണ്, എല്ലാ കാര്യങ്ങളും അറിയാം, പഠിച്ചിട്ടുണ്ട്, IT-ലൊക്കെ പോയിട്ട് പഠിച്ചിട്ടുണ്ട്. പക്ഷേ കറണ്ട് എന്ന് കേൾക്കുമ്പോൾ പലയിടത്തും നടന്നിട്ടുള്ള അപകടങ്ങളെ ഓർത്തുകൊണ്ട് ഷോക്കടിച്ച് മരിച്ചു എന്നൊക്കെ കേട്ടുകൊണ്ട്, കറണ്ടെന്ന് കേൾക്കുമ്പോൾ വിറയൽ വരും, പേടിക്കും. അപ്പോൾ ഈ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല. പലരും ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്, വണ്ടി ഓടിക്കാൻ അറിയാം, പക്ഷേ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നില്ല. ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരിക്കുമ്പോൾ വിറയൽ തുടങ്ങും, ധൈര്യമില്ല. അതുകൊണ്ടാണ് ധൃതി, ക്ഷമ, ദമം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ധീർ, വിദ്യ, സത്യം, അക്രോധം, ഈ വിധത്തിൽ 10 ലക്ഷണങ്ങൾ ഉണ്ടാവണം. ദശകം ധർമ്മലക്ഷണം, ധർമ്മത്തിൻ്റെ ലക്ഷണങ്ങളാണ്, ധർമ്മിഷ്ഠനുണ്ടാകേണ്ട ലക്ഷണങ്ങളാണ്, ഒരു മനുഷ്യനുണ്ടാകേണ്ട ലക്ഷണമാണ്. അതിൽ ആദ്യം പറയുന്നത് ധൃതി എന്നാണ്, ധൈര്യം എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് ദമം, ക്ഷമ, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ഇതെല്ലാം ഇങ്ങനെ വരുന്നത് ധൃതിക്ക് ശേഷമാണ്. അപ്പോൾ ഒന്നാമതായിട്ട് ഒരു വ്യക്തിക്കുണ്ടാക്കേണ്ടത് ധൃതിയാണ്. അപ്പോൾ ധൈര്യപൂർണമായ ബുദ്ധി, ധൈര്യപൂർണമായ ബുദ്ധി കൊണ്ട് മാത്രമേ മനസ്സിനെ നിയന്ത്രിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഉറച്ച ബുദ്ധി. ആ ധൈര്യപൂർണമായിട്ടുള്ള ബുദ്ധി, ധൃതി ഗൃഹീതയാ ബുദ്ധ്യാ, ധൈര്യത്തോടു കൂടിയ ബുദ്ധി കൊണ്ട് മന ആത്മസംസ്ഥം കൃത്വാ,
മന ആത്മസംസ്ഥം. മനസ്സിനെ ആത്മാവിൽ തന്നെ കൃത്വാ ഉറപ്പിക്കണം. മനസ്സിനെ ആത്മാവിൽ തന്നെ ഉറപ്പിക്കണമെന്ന് വെച്ചാൽ ഈ ആത്മാവെന്താ? ചത്തുപോയാലല്ലേ ആത്മാവുണ്ടാവൂ. ചത്തുപോയാൽ പിന്നെ ആത്മാവാണല്ലോ. ആ ആത്മാവ് അവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു, ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നു. പിന്നെ ജ്യോത്സ്യനെ കാണണം, പിന്നെ പല വിധത്തിലുള്ള മന്ത്രവാദം മറ്റു കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ ചത്തുപോയാലല്ലേ ആത്മാവുണ്ട്? അതല്ല. ജീവിച്ചിരിക്കുന്ന സമയത്ത് ശരീരത്തെ നിയന്ത്രിക്കുന്ന ഒരു ചൈതന്യമുണ്ട്. ഈ ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ശരീരത്തെ ജീവസ്സുറ്റതാക്കി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചൈതന്യമുണ്ട്. അതാണ് ഞാൻ. ആ എന്നിൽ മനസ്സിനെ, ബുദ്ധിയെ, ധൃതിപൂർണമായിട്ടുള്ള, ധൈര്യപൂർണമായിട്ടുള്ള ബുദ്ധിയെ ഉറപ്പിക്കണം. ഉറപ്പിച്ചിട്ട് ശനൈ ശനൈ പതുക്കെ 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 ആ ഇന്ദ്രിയ സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങളിൽ നിന്നും മുക്തമാകണം. മുക്തമാകണമെങ്കിൽ എന്ത് വേണം? ന കിഞ്ചിതപി ചിന്തയേത്. മറ്റൊന്നിന് യാതൊന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ. അപ്പോൾ ആത്മസംസ്ഥം മനഃകൃത്വാ, ആത്മാവിൽ തന്നെ മനസ്സിനെ ഉറപ്പിക്കണമെങ്കിൽ ചിന്തയില്ലാത്ത അവസ്ഥ ഉണ്ടാവണം. ചിന്തയില്ലാത്ത ഒരവസ്ഥ വരുമ്പോൾ മാത്രമേ ആത്മാവിൽ മനസ്സിനെ ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിയെ ഉറപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് ശരീരമില്ല, ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളില്ല, ഒരു ശുദ്ധമായ ശൂന്യമായിട്ടുള്ള അവസ്ഥ. ആ അവസ്ഥയിൽ നമ്മൾ എത്തുമ്പോഴാണ് പരമമായിട്ടുള്ള സത്യത്തെ നമുക്ക് ദർശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ആചാര്യന്മാർ പറയുന്നു. ഈ വിഷയാത്മകമായിട്ടുള്ള വിഷയങ്ങളിലൂടെ പരക്കം പാഞ്ഞു നടക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ ലഭിക്കുന്ന വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ നിന്ന് മനസ്സുകൊണ്ട് അതിനെയൊക്കെ നിയന്ത്രിച്ച്, ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ബുദ്ധി പൂർണ്ണമായിട്ട് ധൈര്യപൂർണമായ ബുദ്ധി അതുണ്ടാവണം. അങ്ങനെ മനസ്സിനെ ആത്മസംസ്ഥം, മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കണം എല്ലാം. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ശുദ്ധശൂന്യമായിട്ടുള്ളൊരവസ്ഥ. ഒന്നുമില്ല, ചിന്തകളൊന്നുമില്ല. നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് പറയാം ഉറങ്ങുമ്പോഴുണ്ടാകുന്ന അവസ്ഥ. അവിടെ ചിന്തകളില്ല. ചിന്തകൾ അസ്തമിക്കുമ്പോഴാണ് ഉറക്കം വരണത്. ഒരാളിന് ഉറങ്ങണമെങ്കിൽ ചിന്തകൾ അസ്തമിക്കണം. അവിടെ ചിന്തകളില്ല. നല്ല ഉറക്കം, സുഖസുഷുപ്തി എന്നൊക്കെ പറയില്ലേ, ആ തരത്തിൽ എത്തണമെങ്കിൽ ചിന്തകളില്ലാത്ത അവസ്ഥ വരണം. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഉറക്കം, അതിൽ ചിന്തയുണ്ട്. പക്ഷെ ശാന്തമായിട്ടുള്ള ഉറക്കം, അതിൽ ചിന്തയില്ല. ഈ ചിന്തയില്ലാത്ത ശാന്തമായി ഉറങ്ങുന്ന ഒരവസ്ഥ ഉറങ്ങാതിരിക്കുമ്പോൾ കൊണ്ടുവരിക. ഉറങ്ങാതിരിക്കുമ്പോൾ ആ ഒരവസ്ഥയിലേക്ക് എത്തുക. ഇതിനെയാണ് യഥാർത്ഥത്തിൽ അത് ശനൈ പതുക്കെ പതുക്കെ അങ്ങനെ ആക്കാൻ പറ്റുള്ളൂ. പെട്ടെന്നൊന്നും ഒരാളിന് ആ വിധത്തിൽ നേടിയെടുക്കാൻ സാധ്യമല്ല എന്നും പറയുന്നു. പതുക്കെ ന കിഞ്ചിതപി ചിന്തയെ, ചിന്തയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുക.
അത് ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ യോഗം. അല്ലാതെ കയ്യും കാലും പൊക്കി ശീർഷാസനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാൾ അതാണ് യോഗം. അതുകൊണ്ടാണ് പറഞ്ഞത് യോഗാസനങ്ങളൊന്നും യോഗയല്ല, പ്രാണായാമമൊന്നും യോഗയല്ല, പ്രത്യാഹാരമൊന്നും യോഗയല്ല, ധാരണ യോഗമല്ല, ധ്യാനം യോഗമല്ല, സമാധി എന്ന അവസ്ഥയാണ് യോഗം. ബാക്കിയുള്ളതൊക്കെ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു തലത്തിലേക്ക് ഒരു വ്യക്തി എത്തുമ്പോഴാണ് അയാൾ യോഗാവസ്ഥയെ പ്രാപിച്ചു, അല്ലെങ്കിൽ അയാൾ യോഗിയായി. അത് പതുക്കെ പതുക്കെ മാത്രമേ നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ബുദ്ധിയെ ധൈര്യപ്പെടുത്തി ആ ബുദ്ധി കൊണ്ട് ആത്മസംസ്ഥം മനഃകൃത്വ, ആത്മാവിൽ മനസ്സിനെ ലയിപ്പിക്കണം. ഇത് പതുക്കെ പതുക്കെ പതുക്കെ, അതാണ് അഷ്ടാംഗയോഗ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ആ തലത്തിലേക്ക് എത്തുക. ഇപ്പോൾ നിരന്തരം പല രോഗങ്ങളുമായിട്ട് വരുന്ന ആളുകൾക്ക് ആദ്യം പഠിപ്പിക്കുന്നത് മെഡിറ്റേഷനാണ്. അതാണ് അവസ്ഥ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ക്ലാസ്സുകൾ നടക്കുന്നത്. ശരി, ഇതാണ് ഈ ശ്ലോകങ്ങളിലൂടെ അറിയുന്നത്, മനസ്സിലാകുന്നത്. നമസ്തേ.